crossfire. ഫസ്റ്റ് ചാപ്റ്റർ ഇന്ത്യൻ എക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും എക്സാമിന് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ എക്കണോമിക് ഡെവലപ്മെന്റ്. ഈ രണ്ട് ചോദ്യങ്ങളും 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. തേർഡ് ക്വസ്റ്റ്യൻ, മെൻഷൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബ്രിട്ടീഷ് പോളിസീസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ. ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ മേജർ എക്കണോമിക് ചലഞ്ചസ് ഓഫ് ഇന്ത്യ ടുഡേ? 3 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. പ്രീവിയസും കൂടാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ദ ബ്രിട്ടീഷ് റൂൾ മെയ്ഡ് സർട്ടൻ പോസിറ്റീവ് കോൺട്രിബ്യൂഷൻസ്. ഡു യു എഗ്രി? സബ്സ്റ്റൻഷിയേറ്റ് യുവർ ആൻസർ. 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. സിക്സ്ത് ക്വസ്റ്റ്യൻ, ഇന്ത്യാസ് അഗ്രികൾച്ചർ സെക്ടർ വാസ് സ്റ്റാഗ്നന്റ് ഡ്യൂറിംഗ് ദ കൊളോണിയൽ റൂൾ. ഡു യു എഗ്രി? സബ്സ്റ്റൻഷിയേറ്റ്. ഈ ഒരു ചോദ്യവും 5 മാർക്കിന് പ്രതീക്ഷിക്കാവുന്നതാണ്. സെക്കൻഡ് ചാപ്റ്റർ ഇന്ത്യൻ എക്കോണമി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു തിങ്ക് ദാറ്റ് ലാൻഡ് റിഫോംസ് വെർ സക്സസ്ഫുള്ളി ഇംപ്ലിമെന്റഡ് ഇൻ ഓൾ ദ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ? സബ്സ്റ്റൻഷിയേറ്റ് യുവർ വ്യൂ. 3 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് അഗ്രികൾച്ചർ ഇൻ ഇന്ത്യൻ എക്കോണമി? തേർഡ് ക്വസ്റ്റ്യൻ, what are the objectives of industrial policy 1956? Very very important ആണ്. Fourth question, GDP is a good indicator of economic growth of a country. Comment. 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണിത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, what are the goals of 5-year plan? 5-year പ്ലാന്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്? 8 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. 5-year പ്ലാൻ വളരെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. സിക്സ്ത് ക്വസ്റ്റ്യൻ, what is Green Revolution and how did it benefit the farmers? Okay. Seventh question, small scale industries play a vital role in Indian economy. Give reasons. Last question, prepare a note on the achievements and failures of economic planning in India. 8 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ് ഇത്. തേർഡ് ചാപ്റ്റർ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ ആൻഡ് അപ്രൈസൽ. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, NEP ഹാസ് ഇമ്പാക്ട് ഓൺ പോവർട്ടി. ഡു യു എഗ്രി? സബ്സ്റ്റാൻഷിയേറ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, മെൻഷൻ ദ മോണിറ്ററി റിഫോംസ് അണ്ടർ ന്യൂ എക്കണോമിക് പോളിസി. തേർഡ് ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ നോട്ട് ഓൺ WTO. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ നോട്ട് ഓൺ ന്യൂ എക്കണോമിക് പോളിസി 1991. 8 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണിത്. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണിത്. ഇതിൽ ലിബറലൈസേഷനും ഗ്ലോബലൈസേഷനും പ്രൈവറ്റൈസേഷനും എന്താണെന്നും അതിന്റെ ഫീച്ചേഴ്സ് എന്താണെന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുക. ഫോർത്ത് ചാപ്റ്റർ പോവർട്ടി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇല്ലുസ്ട്രേറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റൂറൽ ആൻഡ് അർബൻ പോവർട്ടി. ഈസ് ഇറ്റ് കറക്റ്റ് ടു സേ ദാറ്റ് പോവർട്ടി ഹാസ് ഷിഫ്റ്റഡ് ഫ്രം റൂറൽ ടു അർബൻ ഏരിയ? 5 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണിത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, discuss the various measures taken by the government to solve the problem of poverty in India. 8 മാർക്കിന് വരെ പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് ഇത്. ഫിഫ്ത്ത് ചാപ്റ്റർ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആൻഡ് ഹൗ ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബ്രിങ് ഔട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ്. ഈ ഒരു ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, ഫിസിക്കൽ ക്യാപിറ്റൽ ഈസ് വെൽ ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം ഹ്യൂമൻ ക്യാപിറ്റൽ. നരേറ്റ് ദം ഡിസ്റ്റിങ്വിഷിംഗ് പോയിന്റ്സ് ഓഫ് ഫിസിക്കൽ ക്യാപിറ്റൽ ആൻഡ് ഹ്യൂമൻ ക്യാപിറ്റൽ. ഈ ഒരു ക്വസ്റ്റ്യൻ 5 മാർക്ക് വരെ പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ്. സിക്സ്ത് ചാപ്റ്റർ റൂറൽ ഡെവലപ്മെന്റ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ടേം ഗോൾഡൻ റെവല്യൂഷൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, prepare a note on NABARD. Third question, identify the benefits and limitations of organic farming. Very very important ആണ് ഈ ഒരു question. Third question, identify the benefits and limitations of organic farming. Fourth question, explain some measures taken by the government to improve agricultural marketing. Seventh chapter, employment growth, informalization and related issues. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ നോട്ട് ഓൺ NREGP. സെക്കൻഡ് ക്വസ്റ്റ്യൻ,
Suggest the measures to be adopted to solve the problem of unemployment in India. 5 മാർക്കിന് വരെ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണിത്. തേർഡ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് കോസസ് റെസ്പോൺസിബിൾ ഫോർ അൺഎംപ്ലോയ്മെന്റ് ഇൻ ഇന്ത്യ. 8th chapter, infrastructure. First question, differentiate between commercial and non-commercial sources of energy. Second question, infrastructure contribute to the economic development of a country like India. Do you agree? Justify. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സജസ്റ്റ് ദ പ്രോഗ്രാംസ് ടു ഇൻക്രീസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ഹെൽത്ത് കെയർ സിസ്റ്റം. 9th chapter, എൻവയോൺമെന്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും 8 മാർക്കിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. പ്രിപ്പയർ എ നോട്ട് ഓൺ സ്ട്രാറ്റജീസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. പ്രിപ്പയർ എ നോട്ട് ഓൺ സ്ട്രാറ്റജീസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. 10th ചാപ്റ്ററിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്ന ഒരേ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് ഓഫ് ചൈന. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്വിഷ് ദ സിംഗുലർ ആൻഡ് പ്ലൂറൽ സെൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, explain how statistics is helpful in the formulation of economic policy. Third question, write the important functions and limitations of statistics. Okay, statistics in the second chapter, collection of data. First question, certain principles should be kept in mind while drafting a questionnaire. Explain. Okay, ഈ ഒരു ചാപ്റ്ററിൽ നിന്നും 8 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യം ഇതാണ്. Write a note on methods of collecting primary data. Okay, statistics in the third chapter, organization of data. First question ഇതാണ്. Differentiate between exclusive method and inclusive method. Second question, state the meaning and example for the following: chronological classification, spatial classification, qualitative classification and quantitative classification. Statistics in the ഫോർത്ത് ചാപ്റ്റർ, പ്രസന്റേഷൻ ഓഫ് ഡേറ്റ. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. എക്സ്പ്ലെയിൻ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഡയഗ്രാമാറ്റിക് പ്രസന്റേഷൻ. ഫിഫ്ത്ത് ചാപ്റ്റർ, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് മീൻ, മീഡിയൻ, മോഡ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് മീൻ, മീഡിയൻ, മോഡ്. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ 6th chapter, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ ഡിസ്പേർഷൻ? നെയിം ദ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് ഡിസ്പേർഷൻ. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണിത്. അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും 8 മാർക്കിന് വരെ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ് ഇതാണ്. വാട്ട് ഡു യു മീൻ ബൈ ലോറൻസ് കർവ്? ഗീവ് ദ സ്റ്റെപ്സ് റിക്വയർഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ലോറൻസ് കർവ്. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ 7th chapter, കോറിലേഷൻ. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരേ ഒരു ചോദ്യം ഇതാണ്. കൺസ്ട്രക്ട് എ ഫ്ലോ ചാർട്ട് ഷോയിങ് ദ മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് കോറിലേഷൻ. 8th chapter, ഇൻഡെക്സ് നമ്പേഴ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഇൻഡെക്സ് നമ്പേഴ്സ്, അതുപോലെ തന്നെ യൂട്ടിലിറ്റി ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്, അതുപോലെ തന്നെ ലിമിറ്റേഷൻസ് ഓഫ് ഇൻഡെക്സ് നമ്പർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ വേരിയസ് ടൈപ്സ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്. 5 മാർക്കിന്റെ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. എക്സ്പ്ലെയിൻ വേരിയസ് ടൈപ്സ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്. ലാസ്റ്റ് ചാപ്റ്റർ, യൂസസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ടുവേർഡ്സ് മേക്കിംഗ് എ പ്രോജക്ട് റിപ്പോർട്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, നിരവധി തവണ ചോദിച്ചിട്ടുള്ളതാണ്. എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ടുവേർഡ്സ് മേക്കിംഗ് എ പ്രോജക്ട് റിപ്പോർട്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദ ഫീച്ചേഴ്സ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യനെയർ. ഇതും പലതവണ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. റൈറ്റ് ഡൗൺ ദ ഫീച്ചേഴ്സ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യനെയർ. ഓക്കെ ഫൈൻ, ഇത്രയും ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക. എക്സാം നന്നായി എഴുതാൻ സാധിക്കും. ഓൾ ദി ബെസ്റ്റ്.